സജി മഞ്ഞക്കടമ്പിലെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് തൃണമൂൽ കോൺഗ്രസിൽ ചേരും. കോട്ടയത്ത് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തും. NCP നേതാക്കളടക്കമുള്ള ഇടതു നേതാക്കളും തൃണമൂലിൽ ചേർന്നേക്കും. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ജോസി, ആരൊക്കെയാണ് കോട്ടയത്ത് നിന്ന് തൃണമൂലിലേക്ക് പോകുന്നത്? നിഷാദ്, ഇന്നലെ തന്നെ കോട്ടയത്ത് 11 മണിക്ക് ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമെന്ന് PV അൻവർ അറിയിച്ചിരുന്നു. പ്രധാനപ്പെട്ട ചില ഇടതു നേതാക്കളും മറ്റു ചില പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളും തൃണമൂലിൽ ചേരുമെന്നായിരുന്നു പ്രഖ്യാപനം. അതിനിടെയാണ് ഇന്നിപ്പോൾ സജി മഞ്ഞക്കടമ്പലിന്റെ പാർട്ടി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി യോഗം ചേർന്ന് രാവിലെ ഇത്തരത്തിൽ തൃണമൂലിൽ ചേരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അല്പസമയത്തിനകം കോട്ടയം പ്രസ് ക്ലബിൽ PV അൻവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇക്കാര്യം പ്രഖ്യാപിക്കും. കൂടാതെ ജില്ലയിലെ ഒരു NCP നേതാവും അതോടൊപ്പം തന്നെ മറ്റു ചില ഘടകകക്ഷി നേതാക്കളുമൊക്കെയും ഇടതുമുന്നണിയിൽ നിന്നും വരും എന്നാണ് PV അൻവറിന്റെ അവകാശം. അത്തരം ചില സൂചനകളുമൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു UDF-ഉമായി കലഹിച്ച് UDF-ന്റെ ജില്ലാ ചെയർമാനായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ പുതിയ പാർട്ടി രൂപീകരിച്ചത്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിൽ രൂപീകരിച്ച പാർട്ടി NDA-യുമായി സഹകരിച്ചായിരുന്നു ഇതുവരെ മുന്നോട്ട് പോയത്. അതേസമയം NDA-യിൽ നിന്നും കടുത്ത അവഗണനയാണ് പാർട്ടി രൂപീകരണ ശേഷം ഉണ്ടായതെന്നുള്ള അഭിപ്രായമാണ് അണികൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടായത്. ഇത്തരം ചില നടപടികളാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുവാൻ ഇടയാക്കിയതെന്നാണ് സജിയുടെ പാർട്ടിയിലെ അംഗങ്ങൾ പറയുന്നത്. കൂടാതെ കേരളത്തിൽ ഇടത് വലത് അല്ലെങ്കിൽ UDF മുന്നണികൾക്കല്ലാതെ മറ്റൊരു സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ UDF-ലേക്കുള്ള പ്രവേശനം തൃണമൂൽ വഴി എളുപ്പമാകുമെന്നും സജി മഞ്ഞക്കടമ്പലിന്റെ പാർട്ടി കരുതുന്നു. എന്തായാലും സജി മഞ്ഞക്കടമ്പലും PV അൻവറിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. കോട്ടയത്ത് അവരുടെ യോഗം ഇപ്പോഴും തുടരുകയാണ്.